ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു വറുത്തരച്ച ഇഞ്ചിക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കറി നമുക്ക് ഒരാഴ്ച വരെ കേടുകൂടാതെ പുറത്ത് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇഞ്ചി നമുക്കെല്ലാവർക്കും അറിയാം, ഡൈജഷനൊക്കെ വളരെ നല്ലതാണെന്ന്. അപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാനൊരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ വട്ടത്തിൽ നല്ല നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. നമ്മൾ സാധാരണ ഇഞ്ചിപ്പുളിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ അല്ല അരിയുന്നത്, കുനുകുനാന്നാണ് അരിഞ്ഞെടുക്കുന്നത്. ഇതിപ്പോൾ ഇഞ്ചി കറി ആയതുകൊണ്ടാണ് ഇതുപോലെ വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് വേറെ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇനി വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ ഇതും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 3 വറ്റൽമുളക്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതിൻ്റെ കൂടെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും കൂടെ വേണം. ഈ തേങ്ങാക്കൊത്ത് നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് നന്നായിട്ട് പൊടിച്ചെടുക്കണ്ട, ചെറിയൊരു തരിയോടുകൂടെ വേണം ഇത് പൊടിച്ചെടുക്കാൻ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ശർക്കരയാണ്. ശർക്കരയോ ഇല്ലെങ്കിൽ പഞ്ചസാരയോ എടുത്താൽ മതി. അത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ ഒന്ന് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് തന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് തന്നെ തേങ്ങ ചിരകിയതിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ആ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചിയും അതുപോലെ തേങ്ങാക്കൊത്തും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിച്ചെടുത്തപ്പോൾ ചെറിയൊരു തരിയോട് കൂടെ തന്നെയാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം ഇത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി അതുപോലെ തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാളംപുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പുളിവെള്ളമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ഇഞ്ചിക്കറിയുടെ റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.